ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ എൻ്റെ സ്നേഹമെന്ന് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. സൗമ്യതയാൽ അറിയപ്പെടുക. ഫിലിപ്പിയർ 4:5. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിലെ അനേക പ്രബോധനങ്ങളിൽ അവസാനത്തെ അധ്യായത്തിലെ ആദ്യ പ്രബോധനമാണിത്. എന്താണ് സൗമ്യത? തർജ്ജമ ചെയ്യുവാൻ വളരെ പ്രയാസമുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ശബ്ദം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിലെ തർജ്ജമകളിൽ വ്യത്യസ്ത പദങ്ങളാണ് സൗമ്യതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ഷമയെന്നും മൃദുത്വം എന്നും എളിമയെന്നും സഹിഷ്ണുതയെന്നും മിതത്വം എന്നും മധുരമുള്ള ന്യായബോധം എന്നൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പിതാവായ ദൈവത്തിന്, കർത്താവായ യേശു ക്രിസ്തുവിനും പരിശുദ്ധാത്മാവും ദൈവത്തിനുമുള്ള സ്വഭാവ ഗുണമാണ് സൗമ്യത എന്നുള്ളത്. എല്ലാ ദൈവമക്കളിലും ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവ വിശേഷമാണിത്. ഒരു സഹോദരനെ പ്രബോധിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയണമെങ്കിൽ സൗമ്യതയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വചനം പഠിപ്പിക്കുന്നു. നമ്മുടെ വിളിയിൽ സൗമ്യത ഉണ്ട്. സൗമ്യതയ്ക്കായിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നതെന്ന് ദൈവജനം നമ്മെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നു. പത്രോസിന് നമ്മോട് പറയാനുള്ളത് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് സൗമ്യത ആവശ്യമാണെന്നാണ്. സകല ശത്രുക്കളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് വിജയം നേടിയ ദാവീദ് തൻ്റെ നന്ദി സൂചകമായി ദൈവത്തിന് അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ദൈവത്തിൻ്റെ സൗമ്യതയാണ് നമ്മെ വലിയവരാക്കിയിരിക്കുന്നത്. നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.